LDFിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഇതിൽ പരാജയപ്പെട്ടു പോയാൽ അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തന ദൗർലഭ്യതയുടെ ഭാഗമായി അല്ലെങ്കിൽ പ്രവർത്തന മുരടിപ്പിൻ്റെ ഭാഗമായി പരാജയപ്പെട്ടു പോയതാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വാദം ഉയരുവാൻ സാധ്യതയേറെയാണ്. ആ സാഹചര്യത്തിൽ ജില്ലാ സമ്മേളനത്തിലും സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ ലോക്കൽ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടി രീതികൾക്കെതിരെയും LDF മുന്നണിക്കെതിരെയും ഒക്കെ രൂക്ഷമായ രീതിയിലുള്ള വാദം ഘടകകക്ഷികളും സ്വന്തം പാർട്ടിയും ഒക്കെ ഉയർത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് അവർ തന്നെ സ്വയം വാദിക്കുന്ന RJD പോലെയുള്ള ഒരു ഘടകകക്ഷി ഇടതുപക്ഷം വിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അല്ലെങ്കിൽ അവർ ഇടതുപക്ഷം വിടാൻ പോവുകയാണ് എന്ന വാർത്ത ഇപ്പോൾ സജീവമായി വരുന്നുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം കാലങ്ങളായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായി LDFിനോടൊപ്പം നിൽക്കുന്ന മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന RJD രാഷ്ട്രീയ ജനതാദളിന് വേണ്ട പരിഗണന ഇടതുപക്ഷം നൽകുന്നില്ല എന്ന വാദത്തിന്റെ പുറത്താണ് ഇപ്പോൾ LDF വിടാമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. എന്നാൽ LDF വിട്ടുകഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു നേതാവോ പാർട്ടിയോ ഘടകകക്ഷിയോ തീരുമാനിക്കുന്നത് പോലെ UDFിലേക്ക് പോകാമെന്ന തീരുമാനമല്ല RJD ഇവിടെ എടുത്തിട്ടുള്ളത്. UDFിലേക്ക് ചേക്കേറുന്നത് രാഷ്ട്രീയപരമായി ഇപ്പോൾ എടുക്കുന്ന ഒരു മണ്ടത്തരമാണ് എന്ന ഒരു ചർച്ച കൂടി അവിടെ കാര്യമായ രീതിയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം വിട്ട UDFിലേക്ക് പോകാതെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ RJD ഒറ്റകക്ഷിയായി മത്സരിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിക്കുകയും ആ ശക്തി തെളിയിച്ചുകൊണ്ട് തങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ഇടതുപക്ഷത്തിനോടൊപ്പമോ UDFിനോടൊപ്പമോ ചേരുക എന്ന തീരുമാനത്തിലേക്കായിരിക്കണം ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റകക്ഷിയായി മത്സരിക്കാമെന്ന തീരുമാനത്തിലേക്ക് RJD എത്തിയിരിക്കുന്നത്. കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് എത്തുമെന്ന വാദം ശക്തമായ രീതിയിൽ പലയിടത്തു നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ പോലും വളർന്നുകൊണ്ടിരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തെ അനുസരിച്ചുകൊണ്ടായിരിക്കും മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലെത്തുമോ ഇനി അതല്ല UDF അധികാരത്തിലേക്ക് എത്തുമോ എന്നൊക്കെ പറയുവാൻ സാധിക്കുക. അതുകൊണ്ട് പല ഘടകകക്ഷികൾക്കും പല നേതാക്കന്മാർക്കും ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിലേക്ക് പോകാമെന്നൊരു ഉറച്ച തീരുമാനം എടുക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന ഒരു പഠനം കൂടി കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് RJDയുടെ തീരുമാനം ഇടതുപക്ഷം വിട്ട് UDFിലേക്ക് പോകുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒറ്റകക്ഷിയായി നിന്നുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇനി എന്തുകൊണ്ട് ഇടതുപക്ഷം വിടുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് പല മറുപടികൾ പറയാനുണ്ട്. കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി സ്വന്തമായി ഒരു മന്ത്രിയെ, അതായത് ഒരു MLA ഉള്ള പല ഘടകകക്ഷികൾക്കും മന്ത്രിയായി നൽകിയിട്ടും തങ്ങൾക്ക് മാത്രം ഒരു മന്ത്രിപദം നൽകുന്നില്ല എന്ന വാദം അവർ ശക്തമായ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, LDF ജില്ലാതലത്തിൽ കൺവീനർമാരെ വെക്കാറുണ്ട്. എന്നാൽ ഒരു കൺവീനർ സ്ഥാനത്തേക്കും RJDയുടെ നേതാക്കന്മാരെ വെച്ചിട്ടില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധം അവർ ഉന്നയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് പല ബോർഡ് നിയമനങ്ങളിലും ബോർഡ് ചെയർമാൻമാർ നിയമങ്ങളിലേക്കും RJDയുടെ നേതാക്കന്മാരെ വെച്ചിട്ടില്ല. വെക്കുന്നതെല്ലാം വില കുറഞ്ഞ ചില ബോർഡുകളിലേക്കാണ്. കാര്യമായ പ്രാധാന്യമുള്ള ഒരു ബോർഡുകളിലേക്കും RJDയുടെ നേതാക്കന്മാരെ വെച്ചിട്ടില്ല. അങ്ങനെ കഴിയുന്നത്ര തരത്തിലേക്ക് അവഗണിച്ചുകൊണ്ടും കഴിയുന്നത്ര തരത്തിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടുമാണ് ഇടതുപക്ഷം ഇപ്പോൾ RJDയെ കൊണ്ടുപോകുന്നത് എന്ന ഒരു വാദം ശക്തമായ രീതിയിൽ ഉയരുന്നുണ്ട്. കൂടാതെ ലോക്സഭയിൽ അവർ സീറ്റ് ആവശ്യപ്പെടുകയുണ്ടായി, എന്നാൽ ആ സീറ്റ് നൽകിയില്ല. അങ്ങനെ നിരവധി വാദങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി LDFിനോടൊപ്പം നിൽക്കുന്ന RJD ഇടതുപക്ഷത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും LDFിൽ നിന്ന് RJDക്ക് ഒരു തരത്തിലുള്ള പിന്തുണയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മുൻഗണനയോ പരിഗണനയോ ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് അവർ കാര്യമായ രീതിയിൽ ഉയർത്തുന്നത്. കൂടാതെ വളരെ ചെറിയ കാര്യത്തിൽ പോലും അവരെ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്ന വാദവും RJD ഉയർത്തുന്നുണ്ട്. അതായത് ഒരു പൊതുവേദിയിലേക്ക് RJDയെ സ്വീകരിച്ചാൽ, ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ അവരുടെ നേതാക്കന്മാരെ സ്വീകരിച്ചാൽ അത് 7ാമതോ 8ാമതോ 10ാമതോ ഒക്കെയാണ് എന്ന തരത്തിലേക്കാണ് അവർ പറയുന്നത്. അതായത് നിലവിൽ LDFിലെ 4ാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് എന്ന് RJD സ്വയം അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള 4ാമത്തെ ഘടകകക്ഷിക്ക് 9ഉം 8ഉം 10ഉം സ്ഥാനത്താണ് സംസാരിക്കാൻ ഇടം നൽകുന്നത്. അവർക്കൊരു മന്ത്രിസ്ഥാനം നൽകുന്നില്ല. അവർക്കൊരു ബോർഡിൽ കൃത്യമായ രീതിയിൽ പ്രാധാന്യമുള്ളൊരു ബോർഡിൽ ചെയർമാൻ സ്ഥാനം നൽകുന്നില്ല. ലോക്സഭാ സീറ്റ് നൽകുന്നില്ല. അങ്ങനെ നിരവധി വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് LDFിനോടൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട എന്ന തീരുമാനമാണ് RJDയുടെ പ്രസിഡന്റായ ശ്രേയാംസ് കുമാർ എടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഒരു മറ്റൊരു തലമായിട്ടാണ് RJD ഇപ്പോൾ LDFിനോട് വിരുദ്ധമായ രീതിയിലുള്ള പല മറുപടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രൂവറി വിഷയത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിലെ ഏതെങ്കിലും ഒരു മന്ത്രി എന്തെങ്കിലും പറഞ്ഞതിന് തങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള പല വാദങ്ങളും ഈ ബ്രൂവറി വിഷയത്തിൽ RJD എടുക്കുന്നുണ്ട്. അതായത് RJD LDFിനെ ബ്രൂവറി വിഷയത്തിൽ പൂർണ്ണമായും കൈയൊഴിയുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ അവരെ സംബന്ധിച്ച് അതിലും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് RJD തീരുമാനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്
പ്രാദേശിക തലത്തിൽ പലയിടത്തും ആർ ജെ ഡിക്ക് വേരുള്ള പല പഞ്ചായത്തുകളുണ്ട്, പല ജില്ലാ പഞ്ചായത്തുകളുണ്ട്, പല ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ ആർ ജെ ഡിയെ എൽ ഡി എഫ് പരിഗണിക്കുന്നില്ല. ആർ ജെ ഡി അവഗണിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ്. ആർ ജെ ഡിക്ക് കിട്ടേണ്ട വില എൽ ഡി എഫ് നൽകുന്നില്ല എന്ന വാദങ്ങളൊക്കെ ശക്തമായി വരുന്ന സാഹചര്യത്തിലാണ് ആർ ജെ ഡി ഇപ്പോൾ കടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകാമെന്ന തീരുമാനത്തിലേക്കുള്ള ചർച്ച രൂക്ഷമായി നടക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അതിന്റെ പൂർണ്ണരൂപത പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ കാര്യമായ രീതിയിലുള്ള ചർച്ചകൾ ഇതിന് പുറത്തുണ്ടാകും. എന്തായാലും സജീവമായ രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ ആർ ജെ ഡിക്കുള്ളിൽ ഉണ്ടാകുന്നത്. കടുത്ത രോക്ഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു തരത്തിലും തങ്ങളെ പരിഗണിക്കാത്ത എൽ ഡി എഫിനോടൊപ്പം ഇനി നിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിന്റെ അന്തിമ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തായാലും യു ഡി എഫിലേക്ക് പോകാനില്ല, മറ്റൊരു പാർട്ടിയിലേക്കും പോകാനില്ല. തന്നെ നിന്ന് നട്ടലോടുകൂടി പ്രവർത്തിച്ച സ്വന്തം പാർട്ടിയുടെ കരുത്ത എൽ ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളെയും സി പി എമ്മിനെയും സി പി എം ഒക്കെ തെളിയിക്കുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ആർ ജെ ഡി എടുത്തിരിക്കുന്നത്.